ടു മഞ്ചാരീസ്. ഈ വർഷം നമ്മൾ വിയറ്റ്നാമിലോട്ടാണ് വന്നത്. അപ്പോൾ വിയറ്റ്നാമിലോട്ട് വരുന്നതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ $US ആണ് എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ വന്നിട്ട് $ഡോളറിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ നാട്ടിൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു $3000 നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഡോളറാക്കിയിട്ട് വിയറ്റ്നാമിൽ വന്നിട്ട് മാറാൻ തീരുമാനിച്ചു. സോ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഡോളർ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 26,000 ഡോങ് ആണ് $100 തരാമെന്ന് പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ അവിടെയുള്ള ലിമിറ്റഡ് ആവശ്യമാണ്. അതായത് നമുക്കിപ്പോൾ സിം എടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു $100 മാറ്റിയായിരുന്നു 26,000 ഡോങ് ആയിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ പോകണമല്ലോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴത്തേക്കും ഹോട്ടലിൽ നമുക്ക് പറഞ്ഞത് 25,000 വിയറ്റ്നാം ഡോങ് ആണ്. ദെൻ നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ പോയി. ദെൻ വീണ്ടും വന്നിട്ട് നമ്മൾ ഒരു ജ്വല്ലറിയിൽ പോയായിരുന്നു. ജ്വല്ലറിയിൽ പോയത് ഹോട്ടലിലുള്ള റിസപ്ഷനിസ്റ്റ് പറഞ്ഞ പ്രകാരമാണ് നമ്മളൊരു ജ്വല്ലറി പോയത്. അവിടെ നമുക്ക് 26,000 ഡോങ് ആണ് $100 തരാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഹോട്ടലിലുള്ള റിസപ്ഷനിസ്റ്റിൻ്റെ കെയർ ഓഫിൽ പോയതുകൊണ്ട് അവരുടെ കമ്മീഷൻ മാറിയിട്ടുള്ള എമൗണ്ടാണ് തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ജ്വല്ലറി കണ്ടുപിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി 26+ നമുക്ക് കിട്ടിയേനെ, 26,000+ ഡോങ് നമുക്ക് കിട്ടിയേനെ. സോ അങ്ങനെ നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്തു. അതിൽ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 5 lakhൻ്റെ ഡിനോമിനേഷനാണ്. പിന്നെ നമുക്ക് 1 lakhൻ്റെ ഡിനോമിനേഷനൊക്കെ ഉണ്ട്. പിന്നെ ഡോങ്ങിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും വളരെ കൺഫ്യൂസിങ് ആണ്. കാരണം ഇവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ തന്നത് 19 മില്യൺ ഡോങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ $100, $200 കണക്ക് കൂട്ടി ഇവിടെ വന്നിട്ട് ഈ ലാക്കും മില്യൺസും ഒക്കെ നമ്മൾ കൂട്ടുമ്പോഴത്തേക്കും ഫുള്ള് കൺഫ്യൂസ് ആവും. സോ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഡിനോമിനേഷനൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്, എന്നിട്ട് പേ ചെയ്യുക.